ISRO ചാരക്കേസ് എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരു കേസാണത്. അത് ആ സമയത്ത് നമ്മുടെ സ്മാർട്ട് വിജയൻ എന്ന് പറഞ്ഞ് റിട്ടയർഡ് ആസ് എ DYSP. അപ്പോൾ അങ്ങേര് അന്ന് US സർക്കിൾ ഇൻസ്പെക്ടർ. അപ്പോൾ ആ സമയത്ത് ഈ കേസ് നേരെ CBIക്ക് പോയി. CBIക്ക് പോയത് CB മാത്യുവിൻ്റെ റെക്കമെൻഡേഷനിലാണ് CBIക്ക് പോയത്. പോയതിന് ശേഷം CBIക്കാർ ഈ കേസ് കള്ളക്കേസാണെന്നും പറഞ്ഞ് ക്ലോഷർ റിപ്പോർട്ട് കൊടുത്തു CBI കോടതിയിൽ. അന്ന് വിജയൻ എന്നെ വന്ന് അപ്രോച്ച് ചെയ്തിട്ട് പറഞ്ഞു, വക്കീലെ നമുക്കിതൊന്ന് ഒപ്പോസ് ചെയ്യണം എന്ന് പറഞ്ഞ്. അങ്ങനെ ഐ വാസ് ബ്രീഫ്ഡ് ബൈ CB മാത്യു IPS. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ അതിനകത്ത് ഒരു ഒബ്ജക്ഷൻ പെറ്റീഷൻ ഇട്ടു. പക്ഷേ അത് രാംകുമാർ ആയിരുന്നു CBIയുടെ സ്പെഷ്യൽ ജഡ്ജ്. അതേ ആ ഒബ്ജക്ഷൻ പെറ്റീഷൻ അക്സെപ്റ്റ് ചെയ്തില്ല, ഐ തിങ്ക് ഇല്ലയെന്ന് തോന്നുന്നു. അതെ. എന്നിട്ട് ദാറ്റ് വാസ് ഡിസ്മിസ്ഡ്. ദെൻ ഇറ്റ് വാസ് ടേക്കൺ ടു ദി ഹൈക്കോർട്ട്. അപ്പോൾ ആ കേസ് ആർഗ്യ ചെയ്യാനായിട്ട് സുപ്രീം കോടതിയിൽ നിന്ന് വന്നത് റാം ജെത്മലാനിയാണ് അൾട്ടിമേറ്റ്ലി. ആ ഒരു കേസാണ് എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരു ഓർക്കുന്ന ഒരു കേസാണത്. വളരെയധികം സിറ്റുവേഷൻ, അതായത് ഒരു ചീഫ് മിനിസ്റ്റർ കസേര പോയ കേസ് അത്. അതിനകത്ത് ചീഫ് മിനിസ്റ്റർ കസേര പോയി കോൺഗ്രസിനകത്തുള്ള മറ്റേ നേതാക്കന്മാർ പലരുടെയും പൊസിഷൻസിന് ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ഭയങ്കര സംഭവമാണത്. സിമയത്തിൻ്റെ ഒരു ആത്മകഥയിൽ തന്നെ ആ കേസിനെ പറ്റി നല്ലതുപോലെ ഒരു പരാമർശം. ഐ തിങ്ക് യെസ് ഡിവോട്ടഡ് 2-3 ചാപ്റ്റേഴ്സ് ഫോർ ദാറ്റ്. ആ കേസിനകത്ത് കരുണാകരൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ട് അദ്ദേഹം രാജിവെക്കാനിടയായതൊക്കെ ആ കേസാണ് ഉണ്ടായത്. പക്ഷേ അതിനകത്ത് CB മാത്യു എന്ന് പറഞ്ഞ ആളെ എനിക്ക് വളരെ പേഴ്സണലായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. എനിക്ക് വളരെ ക്ലോസ് ആയിട്ട് അറിയാം. അതിനകത്തുണ്ടായിരുന്ന അതുപോലെ തന്നെ സ്മാർട്ട് വിജയൻ എനിക്ക് വളരെ ക്ലോസ് ആയിട്ട് അറിയാവുന്ന ഓഫീസേഴ്സാണ്. അവരൊന്നും CB മാത്യു ഈസ് എ വെരി ക്ലീൻ ഓഫീസർ. നന്നായിട്ട് അറിയാം എനിക്കത്. കാരണം പുള്ളി പോലീസ് സർവീസിൽ നിന്ന് പുള്ളി ആരുടെ നിന്ന് ഒരു ചായ പോലും മേടിച്ചു കുടിക്കുന്ന ഒരാളല്ല. മേ ബി അദ്ദേഹത്തിൻ്റെതായ പറ്റി ഒരുപാട് കോൺട്രവേഴ്സീസ് ഉണ്ടാവും, മറ്റുള്ള ആൾക്കാർക്ക് വേറെ അഭിപ്രായങ്ങളുണ്ടാകും. പക്ഷേ എനിക്ക് അറിയാവുന്നിടത്തോളം ഇത് വെരി സ്ട്രിക്റ്റ് ഓഫീസർ. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു പൂർണ്ണമായ ഒരു കള്ളക്കേസ് ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മേ ബി ഹി ക്യാൻ ബി മിസ്ഗൈഡഡ് ആൻഡ് മിസ്ലെഡ്, അത് വേറെ കാര്യം. പക്ഷേ അറിഞ്ഞുകൊണ്ടൊരു കള്ളക്കേസ് ഉണ്ടാക്കും എന്നുള്ളത് എനിക്ക് വിശ്വാസയോഗ്യമായിട്ട് തോന്നുന്നില്ല. പിന്നെ ഈ കേസ് CBIക്ക് റെഫർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് അഡ്വൈസ് കൊടുത്തത് CB മാത്യു ആണ്. ദെൻ ഹൗ ക്യാൻ യു ആട്രിബ്യൂട്ട് എനി മോട്ടീവ് ടീം? ഇങ്ങനെ ഉണ്ടായി അന്നത്തെ എന്തൊക്കെ ഉണ്ടെന്ന് അന്ന് ജസ്റ്റ് PV നരസിംഹറാവു കേരളത്തിൽ വന്നിരുന്നു, ഗവർണറെ കണ്ടു, ഇതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം വന്നത്. ഇതൊക്കെ അൺകൺഫേംഡ്. എനിക്കതിനെപ്പറ്റി ഒന്നും ഡയറക്റ്റ് നോളജ് ഇല്ല. ഐ വാസ് ഓൺലി എ ലോയർ. അപ്പോൾ അത്തരം കാര്യങ്ങൾ വലിയ കാര്യങ്ങളെപ്പറ്റി അറിയാമെന്ന് ഞാൻ ക്ലെയിം ചെയ്യുന്നുമില്ല. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള ഒരു സംഭവങ്ങൾ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. എനിക്കതിനകത്ത് ആ കേസിനെ സംബന്ധിച്ച് എനിക്ക് ആ ക്ലോഷർ റിപ്പോർട്ടിൻ്റെ സമയത്ത് ആ ക്ലോഷർ റിപ്പോർട്ട് ഒപ്പോസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുതന്ന പേപ്പേഴ്സിലുമുള്ള ആക്സസ് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യത്തെപ്പറ്റി ഞാനൊരു ഒപ്പീനിയൻ പറയുന്നത് വളരെ ഒട്ടും ശരിയല്ല. ഒരാളുടെ ക്യാരക്ടർ ശരിയാണെന്നോ തെറ്റാണെന്നോ പറയാനായിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് യാതൊരു അതോറിറ്റി ഇല്ല. അദ്ദേഹത്തെ എനിക്ക് ശരിക്കും നേരിട്ട് പോലും അറിയത്തില്ല. അതിനുശേഷം അദ്ദേഹം ഒരു ഡാമേജ് സൂട്ട് കൊടുത്തു. ആ ഡാമേജ് സൂട്ട് ഇപ്പോൾ ട്രയൽ കോർട്ട് ഡിഗ്രി ആയെന്ന് തോന്നുന്നു. എനിക്ക് അതിനകത്ത് ഡാമേജ് സൂട്ടിൽ എനിക്ക് പാർട്ടിസിപ്പേഷൻ ഇല്ല. അതൊരു സിവിൽ സൈഡിലുള്ള സൂട്ടായിരുന്നു. അതിനകത്ത് എനിക്ക് പാർട്ടിസിപ്പേഷൻ ഇല്ലായിരുന്നു. ഐ അപ്പിയർഡ് ഇൻ ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഐ അപ്പിയർഡ് ഇൻ CB മാത്യുവിന് വേണ്ടി ഞാൻ അപ്പിയർ ചെയ്തു. മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു ഡിഫമേഷൻ കേസ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ അപ്പിയർ ചെയ്തു. എൻറാമിനെതിരെ ഒരു മാറ്റർ വന്നു. എൻറാമിനെതിരെ ഒരു ഡിഫമേഷൻ കേസ് വന്നിട്ട് ഐ വാസ് അപ്പിയറിങ് ഫോർ CB മാത്യു IPS. ഇതാണ് എനിക്കറിയാവുന്നത്.